ഭയാനകമായൊരു ദീനമാണ് കുഷ്ഠം. പകർച്ചവ്യാധിയാണത്. നമ്മുടെ കർത്താവിൻ്റെ കാലത്ത് കുഷ്ഠരോഗികൾ അകന്ന് ജീവിച്ചു കൊള്ളണമെന്നായിരുന്നു നിയമം. പരസ്യ സ്ഥലങ്ങളിലൊന്നും അവരെ കണ്ടുകൂടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അവരുടെ കുടുംബങ്ങൾ വിട്ടു പോകണം. പ്രത്യേക ഉടുപ്പുകളാണ് അവർ ധരിക്കേണ്ടിയിരുന്നത്. പട്ടണങ്ങളിൽ നിന്നും അവർ അകന്നു വേണം താമസിക്കാൻ. അതിദുഃഖകരമായ അവസ്ഥയായിരുന്നു അവരുടേത്. ഈശോ അന്നൊരു ദിവസം ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു. സമറിയയ്ക്കും ഗലീലയ്ക്കും ഇടയ്ക്കുകൂടിയാണ് ഈശോയ്ക്ക് കടന്നു പോകേണ്ടിയിരുന്നത്. അടുത്തുള്ള ഒരു പട്ടണത്തിലേക്ക് കടന്നപ്പോൾ കുഷ്ഠരോഗികളായ 10 പേർ ഈശോയെ അകലത്തിൽ കണ്ടു. നിയമാനുസരണം അവർ അകലെയാണ് നിന്നിരുന്നത്. അവിടെ നിന്നുകൊണ്ടവർ ഈശോയോട് വിളിച്ചു പറഞ്ഞു, "ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ." അവരുടെ നിലവിളി കേട്ട് ഈശോയുടെ കരൾ അലിഞ്ഞു. "പോയി നിങ്ങൾ പുരോഹിതന്മാരെ കാണിക്കുക," ഈശോ അവരോട് പറഞ്ഞു. കുഷ്ഠരോഗം മാറി എന്നവകാശപ്പെടുന്നവർ പുരോഹിതന്മാരുടെ അടുക്കൽ പോയിക്കൊള്ളണം എന്നാണ് നിയമം. രോഗം മാറിയോ എന്ന് അവർ വേണം പരിശോധിച്ച് തീരുമാനിക്കാൻ. എങ്കിലേ അവർക്ക് അവരുടെ വീടുകളിലേക്ക് പോയി സാധാരണ മട്ടിൽ വീണ്ടും പെരുമാറാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈശോ അവരോട് അങ്ങനെ പറഞ്ഞത്. ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് അവർ നടന്നു. പോകും വഴിക്ക് അവരുടെ രോഗം തീർത്തു മാറുകയും ചെയ്തു. അത്ഭുതകരമായ ഈ കഥയുടെ അന്ത്യം അത്രയ്ക്ക് സന്തോഷകരമല്ല. എല്ലാവരുടെയും കുഷ്ഠം മാറിയല്ലോ. ആ വലിയ സഹായത്താൽ തങ്ങളെ രക്ഷിച്ച ആളെ കാണാൻ അവർ തിരിച്ചു വരും എന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടാകും. പക്ഷേ ഒരാളെ തിരിച്ചു വന്നുള്ളൂ. അവനൊരു സമറിയക്കാരനായിരുന്നു. യഹൂദർ വെറുത്തിരുന്ന കൂട്ടരിൽ ഒരുത്തൻ. ബാക്കി 9 പേരും യഹൂദരായിരുന്നു. അവരുടെ നന്ദികേട് ശരിക്കും ഈശോയുടെ മനസ്സിൽ തറഞ്ഞു. കാരണം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആ സമറിയക്കാരൻ ഈശോയുടെ കാൽക്കൽ വീണപ്പോൾ അവിടുന്ന് പറഞ്ഞു, "10 പേരല്ലേ സുഖപ്പെട്ടത്? 9 പേരെവിടെ?" ഈ അപരിചിതനല്ലാതെ മറ്റാരും തിരിച്ചു വന്നു ദൈവത്തിന് നന്ദി പറയാൻ ഉണ്ടായില്ല. സമറിയക്കാരൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, "എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ പൊറുപ്പിച്ചു."